എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലെ 100ാമത്തെ വീഡിയോ ആണ്. ഞാനങ്ങനെ കൗണ്ട് വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ വേറെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഒരു തവണ സെർച്ച് ചെയ്തപ്പോഴാണ് 99 എന്നുള്ള വീഡിയോ അവിടെ കണ്ടത്. പിന്നെ 6000 സബ്സ്ക്രൈബേഴ്സുമായി. അപ്പോൾ ഏതായാലും 100ാമത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കുറച്ച് സംസാരിച്ചിട്ട് അങ്ങനെ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ചെയ്യുന്ന ടെക്കിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം വിചാരിച്ചു 100ാമത്തെ വീഡിയോയിൽ ഒരു ലൈവ് വന്നാലോന്ന് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്യാറില്ല, ഞാൻ ഇതുവരെ ലൈവ് ചെയ്തിട്ടില്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുമെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇത്ര ആയതുകൊണ്ട് 2 വർഷമായി തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഏതായാലും ആദ്യത്തെ ലൈവ് 100ാമത്തെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് സംസാരിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, വേണ്ട, നിങ്ങളെ സാധാരണ എല്ലാ വീഡിയോ തന്നെ ആരും കാണാറില്ല, അതുകൊണ്ട് വെറുതെ ലൈവ് എന്നിട്ട് വെറുപ്പിക്കണ്ട, ആരും ഉണ്ടാവില്ല. അപ്പോൾ ശരി ആയിക്കോട്ടെ, ഏതായാലും ലൈവ് ചെയ്യേണ്ട വെച്ചു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഏകദേശം 2 വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ട്. ജൂൺ മാസം 2019 ജൂൺ മാസം, ഏകദേശം ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ആദ്യത്തെ ഒരു ഫുൾ ജാർ സോഡ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അത്യാവശ്യം ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചാനൽ തുടങ്ങേണ്ട ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫുൾ ജാർ സോഡ വെറുതെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇട്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങേണ്ട ഐഡിയനെ പറ്റിയിട്ടൊക്കെ വന്നത് മനസ്സിൽ. അപ്പോൾ ശരി, ഏതായാലും ഇലക്ട്രോണിക്സ് അതുപോലെ സാധനങ്ങളൊക്കെ, പിന്നെ ഒരുപാട് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഗാഡ്ജറ്റുകളൊക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ ഏതായാലും ഓരോ സാധനം വാങ്ങുമ്പോഴും ഇതുപോലെ വീഡിയോസൊക്കെ ഇട്ട് കുറച്ച് വീഡിയോസ് ഇതിൽ കൊണ്ടുവരാം, ചാനലിലേക്ക് കൊണ്ടുവരാം എന്നുള്ള അഭിപ്രായത്തിലാണ് തുടങ്ങിയത്. അങ്ങനെ ഇപ്പം വളർന്നു എന്ന് പറയുന്നല്ലാണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല, വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പിന്നെ വ്യൂസ് പറയുകയാണെങ്കിൽ 1-2 വീഡിയോ ക്ലിക്കായതല്ലാണ്ട് എല്ലാ വീഡിയോസിനൊന്നും ആ ഒരു വ്യൂവേഴ്സൊന്നുമില്ല. അത് മൾട്ടി ടോപ്പിക്കിൽ അല്ലെങ്കിൽ മൾട്ടി ബ്രാഞ്ചിൽ വീഡിയോസ് ഇടുന്നതിനെ കൊണ്ടായിരിക്കും. കാരണം ഒരേ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ ഇതുവരെ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പല വെറൈറ്റി സബ്ജക്റ്റിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രശ്നമാണ് സാധ്യത. അപ്പോൾ 2 വർഷം കൊണ്ട് കറക്റ്റ് എക്സാക്ട്ലി 2 വർഷമായി. ജൂണിലാണ് തുടങ്ങിയത്. ഇപ്പം 2021 ജൂണിൽ വന്ന് നിൽക്കുന്നു. 100 വീഡിയോ ചെയ്യാൻ പറ്റി, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നല്ല ഇതിലേക്ക് വന്നത്. നമുക്കറിയാവുന്ന കുറേ ഇൻഫർമേഷൻ കാര്യങ്ങൾ ആവശ്യമുള്ള ആൾക്കാരുണ്ടാകുമെന്ന് ഏതായാലും മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആസ് ആൻ ആവറേജ് 50 വീഡിയോ ഇയർലി, അതായത് പെർ ഇയർ 50 വീഡിയോ എങ്കിലും ചെയ്യാൻ പറ്റി. അതായത് ഈ ഒരു തിരക്ക് പിടിച്ചൊരു ഓട്ടമാണ്. ഞാനൊരു മീഡിയ പ്രൊഫഷണലാണ്. ഈ ഒരു തിരക്കിനിടയിലും 50 വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഫ്രീ ടൈമിലും വൈകുന്നേരം വന്നതിന് ശേഷം രാത്രിക്കൊക്കെ ഇരുന്നിട്ടാണ് ഓരോ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം, ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചാനൽ റീച്ച് ആകാത്തതിന് കാരണം അത് ഞാൻ മുമ്പേ പറഞ്ഞതാണ്, മൾട്ടി ബ്രാഞ്ചസിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് സാധ്യത. കാരണം ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മറ്റ് ടോപ്പിക്കുകൾ ചിലപ്പോൾ കണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിപ്പം കുക്കറി ഷോ ഇല്ലെങ്കിൽ ട്രാവല്, ഫാമിലി വ്ളോഗിങ്, അതുപോലെ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യുന്നത്, എല്ലാ ടോപ്പിക്കിലും ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ ഏകദേശം ടെക്നോളജി സംബന്ധമായ, അതായത് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ ടിപ്സ്, ട്രിക്സ്, ഇപ്പം ക്യാമറ ഓപ്പറേഷൻ എങ്ങനെയാണ്, ഒരു പുതിയ DSLR നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എങ്ങനെ ആദ്യം അത് ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അത് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് സംബന്ധിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള നോളജ് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അത് വർക്കൗട്ടായി വരുന്നുണ്ട്. പല ചെറിയ ആർക്കും ഉപകാരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ചെറിയ വീഡിയോസിന് വരെ ആൾക്കാർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾ കാണുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ചാനൽ റീച്ച് ആകത്തിൻ്റെ ഒരു കാരണം ഇതാണ്, മൾട്ടി ബ്രാഞ്ചിൻ്റെ കാര്യമാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് പണി വെട്ടിച്ചതാണ്. കാരണം 5000-6000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. ഇവർ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാത്തുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നില്ലാണ്ട് ആരും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തേക്കും നോട്ടിഫിക്കേഷൻ പോകാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആദ്യത്തെ ഒരു പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളെപ്പോഴാണ് വീഡിയോ ഇടുന്നത് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ പോകുന്നത് കൊണ്ട് ആ സമയത്ത് നിന്നുള്ള റീച്ചിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ
യൂട്യൂബ് പിന്നെ ഒരു ഫർദർ സ്റ്റേജിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം വ്യൂസ് ഉണ്ടാക്കുന്നത് ഓരോരോ ആൾക്കാർക്കും ഇങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ വാട്സപ്പ് വഴിയൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഓരോ ആൾക്കാരും കാണുന്നത്. പല ആൾക്കാരും നോട്ടിഫിക്കേഷൻ ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ചാനൽ അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും റീച്ച് ആകാണ്ട് പോകുന്നത്. അതൊരു യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക് ആണെങ്കിൽ മാത്രം അത് പിന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ കാണാം. അതുപോലെ ഇപ്പം ഈ വീഡിയോ കാണുന്നവർ, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സായ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു അതായത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും എത്തിന് വ്യൂസും ഇല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനൊന്നും ഇല്ലെങ്കിൽ ഏത് ചാനലിനും ഗ്രോ ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ ചാനൽ എവിടെ എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് യൂട്യൂബിനെ പറ്റിയിട്ടൊക്കെ. കാരണം ഞാൻ ഇതിൽ വന്നതിന് ശേഷം, അതായത് ഈ 2 കൊല്ലത്തെ ഗ്യാപ്പിൽ തന്നെ ഒരുപാട് എനിക്ക് പരിചയമില്ല ഫ്രണ്ട്സും ഇല്ലെങ്കിൽ ഫാമിലിയിലെ പല ആൾക്കാരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പല ഡൗട്ടുകളും ചോദിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് പുതിയൊരു ആശയം തോന്നിയത്. അതായത് യൂട്യൂബ് നമ്മൾ ഇതിൽ നിന്നും വളർന്നോ ഇല്ലയോ എന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഒരുപാട് യൂട്യൂബിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു 2 വർഷത്തെ ആ ഒരു സ്പാനിൽ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങൾ, അതായത് ഓരോ ആൾക്കാരും ഡൗട്ട് ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കാറ്. എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ വരാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ വാച്ച് അവറും പിന്നെ അതുപോലെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് കൂട്ടേണ്ടത്, വ്യൂസ് എങ്ങനെയാണ് കൂട്ടേണ്ടത്, അങ്ങനെയുള്ള പല യൂട്യൂബായിട്ട് ബന്ധപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോസ് തയ്യാറാക്കണമെന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് സീരീസ് തന്നെ, ഒരു സെപ്പറേറ്റ് യൂട്യൂബ് സീരീസ് തന്നെ, അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് പുതിയ ആൾക്കാരെ ഇതിലേക്ക് ക്ഷണിക്കാനും അവർക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഗ്രോ ചെയ്യും. കാരണം നമ്മളിപ്പോൾ സക്സസ് ആയിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഒരു പുതിയ ആൾ കടന്നു വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും പല കഴിവുകളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ പെട്ടെന്ന് റീച്ച് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ, ഇപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു ബോട്ടൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയണ്ടേ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതിലേക്ക് ഇനിയും ആൾക്കാർക്ക് കടന്നു വരാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് യൂട്യൂബ്. നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ എന്തായാലും നമ്മൾ നല്ലൊരു സീരീസ് ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും യൂട്യൂബിലേക്ക്, വീട്ടമ്മമാർക്ക് ഇല്ലെങ്കിൽ അതുപോലെ ടീച്ചിങ് ഫീൽഡിലേക്ക് ആർക്കായാലും ശരി, എന്തെങ്കിലും ചെറിയൊരു കഴിവ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വരുമാന മാർഗ്ഗമല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് യൂട്യൂബർ ആകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യുക, ആ ഒരു സംഭവമാണ്. അല്ലാണ്ട് വരുമാനം ഇല്ലെങ്കിൽ ഒരു ബിസിനസ് വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താ പറയണ്ട അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. ചിലപ്പോൾ അത് നമ്മൾ വിചാരിച്ച ഒരു ലെവലിലേക്ക് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളർന്നു വരാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫീൽഡാണ് ഈ ഒരു യൂട്യൂബ്. കാരണം നമ്മളിപ്പം ഒരുപാട് കഴിവുകളുണ്ടാവും, ആൾക്കാർ അറിയാണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടഞ്ഞുകൂടി കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനിയും ഇതിലേക്ക് കടന്നു വരാം. ഇപ്പം ലേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ടത്, ഞാൻ എങ്ങനെ തുടങ്ങണം, ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലൊന്നും അതിന് പറ്റിയ സൗകര്യമില്ല, ഇല്ലെങ്കിൽ ഗാഡ്ജറ്റുകളില്ല, കമ്പ്യൂട്ടറില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ടും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പല ആൾക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ, അതായത് ഇതിലേക്ക് കടന്നു വരാൻ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് ചുമ്മാ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് പിന്നെ 1000 സബ്സ്ക്രൈബർ ആക്കി തരാം, 15 ദിവസം കൊണ്ട് 4000 മണിക്കൂറാക്കി കൊണ്ട്, അങ്ങനെ ഒരു അവകാശവാദമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിട്ടയായിട്ടുള്ള ഒരു പ്രയത്നം കൊണ്ട് നല്ല രീതിയിൽ ഇതുവഴി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതും അടുത്ത എപ്പിസോഡ് ഇല്ലെങ്കിൽ ഇടയിൽ മറ്റ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള വീഡിയോസും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, യൂട്യൂബ് സീരീസ് പറഞ്ഞിട്ട്. ഇനി ആ ഒരു വീഡിയോസ് ആയിരിക്കും, അതായത് അതുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസൊക്കെ ആ ഒരു പ്ലേലിസ്റ്റിലായിരിക്കും വരുന്നത്. കാരണം ഈ ഒരു കണ്ടൻറ്റ് ഉദ്ദേശിച്ചിട്ട് വരുന്നവരൊക്കെ ഇനി മറ്റ് കണ്ടൻറ്റുകൾ കണ്ടിട്ട് ബോറടിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു പ്ലേലിസ്റ്റിൽ മാത്രം പോയാൽ മതി. അതും കൂടെ പ്രത്യേകം പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്
100ാമത്തെ വീഡിയോ ആണ്. 100ാമത്തെ വീഡിയോ പറഞ്ഞാൽ എല്ലാം ഇൻഫർമേറ്റീവായ വീഡിയോ ആണെന്നില്ല. ആദ്യകാലത്തൊക്കെ പല ചപ്പും ചവറും വാരി വലിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ പല വീഡിയോസും നിങ്ങൾക്ക് കണ്ടുവന്ന് വരാം. പിന്നെയാണ് ഒരു ഫ്ലോയിൽ വന്ന് ഒരു എന്താ പറയുക ടെക്നോളജി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. 2 വർഷമായി. അപ്പോൾ ഇനിയും വീഡിയോസ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഒരുപാട് നല്ല നല്ല വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതന്നെ എല്ലാവർക്കും എന്താ പറയണ്ടേ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡൈജസ്റ്റ് ആകണമെന്നില്ല. പല ബ്രാഞ്ചിലാണ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ആവശ്യക്കാരുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.